വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുക എന്നത് അധ്യാപകരുടെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇനിയുള്ള കാലത്ത് അധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ച് കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യ വികസനം സർക്കാർ നേരിട്ട് നടത്തിവരികയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ അറിവും അക്കാദമിക് നിലവാരവും ഉയർത്താൻ അധ്യാപകർ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുണമേന്മ മാനദണ്ഡങ്ങളിൽ പ്രധാനമായ ഒരിടമായി കണ്ടത് ഭൗതിക സൗകര്യ വികസനമാണ്. ഇനി നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൗതിക സൗകര്യ വികസനം കഴിഞ്ഞാൽ അടുത്ത അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ അറിവും കുട്ടികളുടെ അക്കാഡമിക് നിലവാരവും മെച്ചപ്പെടുത്തുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അധ്യാപകർ ഏറ്റെടുക്കേണ്ടതാണ്. വിദൂര ഭാവിയിൽ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഇപ്പം നിലവിലുള്ള യോഗ്യത തന്നെ നാമെല്ലാം കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് മാറ്റി എഴുതേണ്ട ഒരു കാലഘട്ടം കൂടിയാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ 973 വിദ്യാലയങ്ങൾക്കാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കിഫി ധനസഹായത്തോടുകൂടി കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയത്. 2595 കോടി രൂപ ഇതിനായി ചെലവഴിച്ചു. കൂടാതെ പ്ലാൻ ഫണ്ട്, നബാർഡ് ഫണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട്, മറ്റ് ഫണ്ടുകൾ തുടങ്ങിയ വിനിയോഗിച്ച് ഏതാണ്ട് 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഉദ്ഘാടന യോഗത്തിൽ പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായിരുന്നു. AM ആരിഫ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 കോടി രൂപ ഉപയോഗിച്ചായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണം. കാർഷിക മേഖലയിൽ 2024 മുതൽ 5 വർഷത്തേക്ക് 2365 കോടി രൂപയുടെ ഇടപെടൽ നടത്തുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്. കാൽ നൂറ്റാണ്ടിനിടയിൽ ഇത്രയും ബൃഹത്തായ ഒരു പരിപാടി കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയിട്ടില്ലെന്നും 2024 അതിന് തുടക്കം കുറിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വൈക്കം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട തലയാഴം, കല്ലറ ഗ്രാമപഞ്ചായത്തുകളിലെ CKN, കളപ്പുരയ്ക്കൽ കരി, മുണ്ടാർ 5 എന്നീ പാടശേഖരങ്ങളിൽ 5 കോടി രൂപ മുടക്കുന്ന വിവിധ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ നമ്മൾ ശീലമാക്കണമെന്നും അതിനായി നടപ്പാക്കിയിട്ടുള്ള പോഷക സമൃദ്ധ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൃത്യമായി നടപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നതിന് മുമ്പ് ഉള്ള അവസരത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ കൃഷിയെ എത്തിക്കേണ്ടതുണ്ട്. അപ്പം നമുക്കൊരു നേരത്തേക്കാണെങ്കിൽ 4 മാസമൊക്കെ എടുക്കും ഒരു നെൽവിത്ത് വിത്തിട്ടാൽ അത് ശരിയായി അതിനെ കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടാൻ വേണ്ട. അപ്പം ചെറിയ സമയം കൊണ്ട് കിട്ടുന്ന വിത്തുണ്ടാവണ്ടേ. അങ്ങനെയാണ് ക്രിസ്തയും മനുരത്നയും ഒക്കെ കേരള കാർഷിക സർവകലാശാല കണ്ടുപിടിച്ച് എത്തിയത്. ഇപ്പോൾ ഒരു 2365 കോടി രൂപയുടെ ഇടപെടൽ നടത്താൻ കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് കഴിയുന്ന ഒരു പദ്ധതി നമ്മൾ ലോകബാങ്കിന്റെ ഉൾപ്പെടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിൽ കുറച്ചു ഭാഗം 700 കോടിയോളം രൂപ കേരളം മുടക്കണം. ബാക്കിയുള്ളത് നമുക്ക് ഈ തരത്തിൽ ഒരു ലോണായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഈ 2024 മുതൽ വരുന്ന 5 കൊല്ലക്കാലം കേരളത്തിൽ 2365 കോടി രൂപയുടെ ഇടപെടൽ തീർക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ കാർഷിക മേഖല വൻ പ്രതിസന്ധി നേരിടുകയാണ്. ഇതിന് പരിഹാരം കാണുന്നതിനായി കാർഷിക മേഖലയിലെ ഗവേഷകർ പുതിയ ഇനം വിത്തിനങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. വൈക്കം തോട്ടകം സർവീസ് സഹകരണ ബാങ്കിനെ നാളികേര സംഭരണത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പ്രഖ്യാപിച്ചു. തലയാഴം വാഴക്കാട് ഭഗത് സിംഗ് കലാവേദിയിൽ നടന്ന പരിപാടിയിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. നെൽകൃഷിക്കാവശ്യമായ സൂക്ഷ്മ മൂലകങ്ങൾ കാർഷിക ഡ്രോൺ ഉപയോഗിച്ച് തളിക്കുന്നതിന്റെ പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. പമ്പ് ഹൗസ് നിർമ്മാണം, സ്ലൂയിസ് നിർമ്മാണം, പുറംബണ്ട് സംരക്ഷിക്കുന്നതിനാവശ്യമായ പാടശേഖരങ്ങളിലെ നിലവിലെ കൽക്കെട്ട് ഉയരം കൂട്ടൽ, പുതിയ പുറംബണ്ട് നിർമ്മാണം, വാച്ചാൽ സംരക്ഷണം, VCB നിർമ്മാണം, കല്ലറ കൃഷിഭവനിലെ വിവിധ പാടശേഖരങ്ങളിലെ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്നീ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. നബാർഡിന്റെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 5 കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നത്. ചടങ്ങിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CK രാജ്മോഹൻ പദ്ധതി വിശദീകരിച്ചു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ PS പുഷ്പമണി, ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജാത മധു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെൽസി സോണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മനുഷ്യന്റെ കർമ്മങ്ങൾ മനുഷ്യത്വത്താൽ പ്രചോദിതമായിരിക്കണമെന്ന് അബ്ദുൾ സമദ് സമദാനി MP. സാമൂഹിക ജീവിതത്തിൽ നിന്ന് മാനവികത ഒന്നൊന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും MP പറഞ്ഞു.
നമ്മുടെ പരിസരം മുതൽ അന്താരാഷ്ട്ര തലം വരെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടമാടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്നും സമദാനി എം.പി. പറഞ്ഞു. ഗ്ലോബൽ എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് റിസർച്ച് അസോസിയേഷൻ 2023 ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള മദർ തെരേസ ഗോൾഡൻ മെഡൽ അവാർഡ് ജേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസിന് ആലപ്പുഴയിൽ ഒരുക്കിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൽ സമദാനി. മനുഷ്യത്വത്താൽ പ്രചോദിതമായിരിക്കണം മനുഷ്യൻ്റെ ഏത് കർമ്മങ്ങളും. എന്താണെങ്കിലും ഇക്കാലത്ത് അത് പ്രത്യേകിച്ച് ഊന്നി പറയേണ്ട ഒരു കാലമാണ്. ഏത് കാലത്തും അത് വേണം, ഈ കാലത്ത് അത് പ്രത്യേകിച്ച് ഊന്നി പറയണം. കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ, സാമൂഹിക ജീവിതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് മാനുഷികമായിട്ടുള്ള അംശം, മാനവികമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഒന്നൊന്നായിട്ട് ഇല്ലാതെയാകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ പരിസരം മുതൽ രാജ്യാന്തരം വരെ, ആഗോളതലം വരെ നോക്കിയാൽ എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും രാവിലെ പത്രമെടുത്താൽ അല്ലെങ്കിൽ വാർത്താ ചാനലുകളുടെ മുമ്പിൽ പോയി ഇരിക്കാൻ നമുക്ക് സാധിക്കുമോ? കെട്ടിപ്പൊതിഞ്ഞ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ, അവരെ ചുട്ടുകൊന്ന് അട്ടഹസിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഭരണാധികാരികൾ, ഇവരുടെയൊക്കെ കയ്യിലാണ് ലോകം. ഇവരാണ് ഈ ലോകത്തെ നയിക്കുന്നത്. മനുഷ്യത്വമില്ലാത്തവരൊക്കെ ഓരോരോ തലപ്പത്ത് വന്നാൽ എന്തായിരിക്കും ലോകത്തിൻ്റെ സ്ഥിതി എന്ന് എല്ലാവരും ചിന്തിക്കേണ്ട സമയമാണ്. ഇത് കൂട്ടായിട്ട് ചിന്തിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവേണ്ടതില്ല. ആലപ്പുഴ ടൗൺ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഫാദർ റെക്സ് ജോസഫ് അധ്യക്ഷനായിരുന്നു. MLA-മാരായ CR മഹേഷ്, PP ചിത്തരഞ്ജൻ, കർഷക പ്രതിനിധി ലാൽ വർഗീസ് കൽപ്പകവാടി, ആലപ്പുഴ പ്രസ് ക്ലബ് പ്രസിഡന്റ് സജിത്ത്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരുകൻ, പ്രേംജിത്ത് ലാൽ, KS റെജി തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ സായി കേന്ദ്രം, മേഴ്സി രവി ഫോറം, കുട്ടനാട് പൈതൃക കേന്ദ്രം, കേരള കയാക്കിംഗ് അസോസിയേഷൻ, സുഹൃത്ത് വേദി എന്നിവർ ചേർന്ന് രൂപീകരിച്ച സ്വാഗത സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ സമ്മേളനം ഒരുക്കിയത്. അഡ്വക്കേറ്റ് അനിൽ ബോസ് മറുപടി പ്രസംഗം നടത്തി. കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വക്താവാണ് കുട്ടനാട്ടുകാരനായ അഡ്വക്കേറ്റ് അനിൽ ബോസ്. രാമഗിരി ഗ്രാമപഞ്ചായത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയിലെ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ നടത്തി. തോമസ് കെ തോമസ് MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ധനകാര്യമന്ത്രി വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ എനിക്കിപ്പോൾ കിടക്കാൻ സ്ഥലമില്ല, ഞാനിപ്പോൾ വഴിയിൽ കിടക്കും. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ സ്ഥലം തരണമല്ല എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം. ഞാൻ തിരിച്ചു പോകണം, തിരിച്ച് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഓഫീസറിനെ വിളിച്ചു പറഞ്ഞു, ഗവർണർ 2 ഓഫീസർമാരെ നമ്മുടെ ഒരു റൂമിലാക്കി താങ്കൾക്ക് റൂം തന്നിരിക്കുന്നത്. ഞാനീ പറയുന്നത് എല്ലാവർക്കും ഒരു തിരുവനന്തപുരം വരെ ചെല്ലുക, കാര്യങ്ങൾ ചെയ്യുക, തിരിച്ചു പോകുക എന്നൊരു തമാശ പോലെ. MLA തിരുവനന്തപുരത്താണ്. അപ്പം അതിൻ്റെ മേലെ തന്നെയാണ് ധനകാര്യ വകുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മൊത്തം ഒരു ഏറിയ എടുത്തിരിക്കുക. അപ്പോൾ അവരാകെ 20 വർക്കേ തരത്തുള്ളൂ. എനിക്ക് 13 പഞ്ചായത്ത്. ഈ 20 വർക്ക് തരാനാണ് നിങ്ങൾ തന്നെ വിളിച്ച് ഉടൻ വരെ എടുത്തത്. എന്നാ പറഞ്ഞാൽ കുട്ടനാട് ഒരു പ്രത്യേകത മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞ രാത്രി 12 മണിക്ക് അങ്ങനെ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. പിന്നെ നാളെ രാവിലെ ഞായറാഴ്ച ഇന്നലെ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ AS അജിത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സജീവ് ഉദുന്തറ, K. റോഷ്ന, ബിൻസ് ജോസഫ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹത്തിൽ സ്ത്രീകൾ ഒട്ടേറെ വിവേചനങ്ങൾ നേരിടുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. മത്സ്യ സംസ്കരണ രംഗത്തെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ആലപ്പുഴ എരമല്ലൂർ സെന്റ് ജൂഡ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾക്ക് പുരുഷന് തുല്യമായ വേതനം ലഭിക്കുന്നില്ലെന്ന് അഡ്വക്കേറ്റ് P. സതീദേവി പറഞ്ഞു. ചിലയിടങ്ങളിൽ വിവാഹശേഷം ജോലി നിഷേധിക്കുന്നു. ഗർഭിണിയായ ശേഷം തൊഴിൽ നഷ്ടമാകുന്ന സ്ഥിതിയുമുണ്ട്. എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രാജ്യത്ത് ഏറ്റവും മികച്ച തൊഴിൽ സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. എല്ലാ നിയമങ്ങളുടെയും പ്രയോജനം സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് വനിതാ കമ്മീഷന്റെ ലക്ഷ്യമെന്നും അവർ വ്യക്തമാക്കി. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന പബ്ലിക് ഹിയറിംഗിൽ കമ്മീഷൻ അംഗം VR മഹിളാമണി, ഡയറക്ടർ ഷാജി സുഗുണൻ, റിസർച്ച് ഓഫീസർ AR അർച്ചന, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ മേരി സുജ എന്നിവർ സംസാരിച്ചു. AM ആരിഫ് MP-യും ദലീമ ജോജോ MLA-യും വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ A. ഷിബു.
കായിക രംഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കണമെന്നും പുതിയ ഇനങ്ങളുമായി കൂടുതൽ ആളുകൾ കായിക മേഖലയിലേക്ക് എത്തിച്ചേരണമെന്നും കളക്ടർ പറഞ്ഞു. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കേരളം നടക്കുന്നു പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ എ. ഷിബു. കായിക രംഗത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുകൊണ്ട് അതിന്റെ പ്രവർത്തനം ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാനും അതുപോലെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ കൂടുതൽ ഇവൻറ്റ്സിലേക്ക് കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കാനുമുള്ള ഒരു സംരംഭമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് കളക്ട്രേറ്റിൽ നിന്ന് നമ്മുടെ സ്റ്റേഡിയം വരെ ഈ കേരളം നടക്കുന്ന പ്രോഗ്രാം നടക്കും. ഇതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വളരെ നന്നായിട്ട് ഈ പ്രോഗ്രാം കൊണ്ടുവരേണ്ടതുണ്ട്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയതായിട്ട് ഞാൻ അറിയിക്കുന്നു. കളക്ട്രേറ്റിൽ നിന്ന് ജില്ലാ സ്റ്റേഡിയം വരെയാണ് നടത്തം സംഘടിപ്പിച്ചത്. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പ്രഥമ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് നടക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ. അനിൽകുമാർ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് റെജിനോൾഡ് വർഗീസ്, ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി പ്രസന്നകുമാർ, മുൻ ഫുട്ബോൾ താരം KT ചാക്കോ, ഫുട്ബോൾ കോച്ച് തങ്കച്ചൻ, PTA സെൻട്രൽ ക്ലബ് ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കായിക താരങ്ങൾ, പൊതുജനങ്ങൾ, SPC കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാരടി കിടങ്ങറ റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് കിടങ്ങറ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഗതാഗത യോഗ്യമല്ലാത്ത റോഡ് പുനർനിർമ്മിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാൻ മഠം ആരോപണം ഉന്നയിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലമായി തുരുത്തി കിടങ്ങറ ഹരിപ്പാട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾക്ക് സഞ്ചരിക്കുവാൻ ഈ പ്രദേശത്തെ ഈ റോഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറെ ദുരിതങ്ങൾ വിതച്ചുകൊണ്ട് താറുമാറായി കിടക്കുവാൻ തുടങ്ങിയിട്ട് 2 വർഷക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഈ റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ കുട്ടനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ കക്ഷികൾ, വിവിധ ജാതിമത സംഘടനകൾ നിരവധി തവണ നിരവധി സമരങ്ങൾ നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഏതാണ്ട് 5ഓളം കേസുകൾ കോടതികളിൽ നിലവിലുള്ളതുമാണ്. എന്നാൽ നാളിതുവരെയായും ഇവിടുത്തെ അധികാരികൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് പരിഹാരം കാണേണ്ട, ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ട അധികാരികൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടത്തിയിട്ടും അധികാരികൾ മൗനം തുടരുന്നതിൽ പ്രദേശവാസികൾ കടുത്ത അമർഷത്തിലാണെന്നും നൈനാൻ തോമസ് വ്യക്തമാക്കി. ധർണായോഗത്തിൽ കിടങ്ങറ വികസന സമിതി പ്രസിഡന്റ് അലക്സാണ്ടർ പുത്തൻപുര അധ്യക്ഷനായിരുന്നു. KJ ജെയിംസ് കൊച്ചുകുന്നേൽ, രാജേഷ് ചാലുങ്കൽ, ലാലിച്ചൻ മുട്ടാർ, KP സുകുമാരൻ തുടങ്ങിയവർ കിടങ്ങറയിൽ നടത്തിയ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകി. 2023 ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ചുനക്കര ജനാർദ്ദനൻ നായർക്ക് 11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ജനുവരി 24 ബുധനാഴ്ച വൈകുന്നേരം 4-ന് തോട്ടപ്പള്ളി അഴീക്കോട് നഗറിൽ ചേരുന്ന സമ്മേളനത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ സ്ഥാപക ചെയർമാനും എഴുത്തുകാരനുമായ K. സുദർശനൻ അവാർഡ് സമ്മാനിക്കുമെന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിചാരവേദി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സാംസ്കാരിക നവോത്ഥാനം ഈ കേരളം ഒട്ടാകെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ നമുക്കെല്ലാം അറിയാവുന്ന, പലപ്പോഴും അദ്ദേഹം ഇല്ലാത്ത ഒരു കേരളം നമ്മൾ നേരിടുന്ന ഒരു സാംസ്കാരിക, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ 12ാം ഈ ചരമവാർഷിക ദിനമായ ഡിസംബർ 24 എത്തുമ്പോൾ നമുക്ക് ഇത്തരം ഓർമ്മകളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് വിചാരവേദി അദ്ദേഹത്തിൻ്റെ മരണശേഷം 12 കൊല്ലമായും കൃത്യമായി നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ അവാർഡ് നമ്മൾ ഈ ദിവസമാണ് തോട്ടപ്പള്ളിയിൽ വെച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. അഴീക്കോട് നഗറിൽ വെച്ചിട്ട് നമ്മളത് കൊടുക്കുകയാണ്. ഈ പ്രാവശ്യം അതിനർഹമായത് ചുനക്കര ജനാർദ്ദനൻ നായർ സാറാണ്. അധ്യാപകൻ, പ്രഭാഷകൻ, ഗ്രന്ഥകർത്താവ് എന്നീ നിലകളിലെ ചുനക്കര ജനാർദ്ദനൻ നായരുടെ സജീവ സാന്നിധ്യം കണക്കിലെടുത്താണ് അവാർഡ് നൽകുന്നത് എന്നതായിരുന്നു 3-അംഗ ജഡ്ജിംഗ് പാനലിൻ്റെ വിലയിരുത്തൽ. S. സുരേഷ് കുമാർ, K. രവികുമാർ, D. രഘു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം കുട്ടനാട് ഉപകേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചമ്പക്കുളം പ്രാദേശിക വികസന കേന്ദ്രത്തിന്റെ 20ാമത് വാർഷികവും പ്രവർത്തക സംഗമവും കഴിഞ്ഞ ദിവസം നടത്തി. ഗാന്ധി സ്മാരക ജനറൽ സെക്രട്ടറി PS മനു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഴയ ജനറൽ സെക്രട്ടറി ജഗദീശ് സാറാണ് അതിൻ്റെ ഒരു കോർഡിനേഷൻ വർക്ക് ചെയ്യുന്നത്. സാർ വിളിച്ചു, സാറും അതിൽ പങ്കെടുത്തു, ഞാനും പങ്കെടുത്തു. അപ്പം ആ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ നമുക്ക് മനസ്സിലായത് അവർക്ക് ആ ഫൗണ്ടേഷന് താല്പര്യം ഗാന്ധിയൻ സംഘടനകളെ സപ്പോർട്ട് ചെയ്യാനാണ്. അപ്പം നമുക്കത് അനുകൂലമായി. ഇപ്പം ഏതെങ്കിലും ഗാന്ധിയൻ സംഘടനയായ പോരാ, ഈ CSR ഫണ്ട് സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ചില ക്വാളിറ്റി അല്ലെ ഇത് കാര്യങ്ങൾ വേണം. ഗാന്ധി സ്മരണത്തിന് ഏത് സംഘടനയ്ക്കും ഇതുപോലെ ഫണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. 12A എന്ന് പറയുന്ന രജിസ്ട്രേഷൻ വേണം. അത് നമുക്ക് നേരത്തെ തന്നെ ഉണ്ട്. 80G ഈ CSR ഫണ്ട് സ്വീകരിക്കാൻ റിപ്പോർട്ടിനുണ്ട്. അതുപോലെ മികച്ച സ്കൂളിനുണ്ട്. കുട്ടികളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച അധ്യാപനം, മെന്റർ, ഏറ്റവും നല്ല മെന്റർക്കുണ്ട്. അപ്പൊ അങ്ങനെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ അഗ്രി ഫെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അറിയാം, ഈ ഒരു ഇപ്പോഴത്തെ ഒരു നമ്മുടെ രാജ്യത്തിന്റെ അല്ല സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ച് നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇനി ഗവൺമെന്റിൽ നിന്നുള്ള സപ്പോർട്ടൊന്നും കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. അതിനുള്ള സാധ്യത തീരെ വിരളമാണ്. നെടുമുടി പൊടികണ്ണിക്കൽ ചിറ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ സബ് സെന്റർ ചെയർമാൻ KG മോഹനൻപിള്ള അധ്യക്ഷനായിരുന്നു. സബ് സെന്റർ വൈസ് ചെയർമാൻ PK കമലാസനൻ മുഖ്യപ്രഭാഷണം നടത്തി. LDC സെക്രട്ടറി ശ്രീകല ദേവരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സബ് സെന്റർ ചെയർപേഴ്സൺ വത്സമ്മ എബ്രഹാം യോഗത്തിൽ മികച്ച മാതൃകയെ ആദരിക്കുന്ന ചടങ്ങ് നടത്തി. സെക്രട്ടറി ബിഷ സാബു സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു. LDC പ്രസിഡന്റ് മണിയമ്മ സാബു, ട്രഷറർ ഷീലജ വിനു എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം തുല്യ പ്രാതിനിധ്യവും സ്ത്രീ സംവരണ നിയമവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് AK രാജശ്രീ ക്ലാസ് നയിച്ചു. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടനാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടന്നു. ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ശ്രീരാമന്റെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് തെളിയിച്ചു. നായർ സമുദായം എന്നല്ല ഏതൊരു വിശ്വാസിക്കും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ അവകാശമുണ്ടെന്ന നിലപാടാണ് നായർ സർവീസ് സൊസൈറ്റിക്കുള്ളതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് NSS ആസ്ഥാനത്ത് വിളക്ക് തെളിയിച്ചതെന്നും G സുകുമാരൻ നായർ പറഞ്ഞു. ഏതൊരു വിശ്വാസി നായർ സമുദായമോ ഹിന്ദു സമുദായമൊന്നും വേർതിരിച്ചിട്ടില്ല. ഏതൊരു വിശ്വാസിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട് എന്നുള്ളൊരു നിലപാട്, അതിനെ തടയാൻ ആർക്കും അവകാശമില്ല എന്നൊരു നിലപാട് നായർ സർവീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈന്ദവരുടെ ഒരു പ്രധാന ഘടകമെന്നുള്ള നിലയിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് ഈ സർട്ടിഫിക്ക സമയത്ത് തന്നെ ശ്രീരാമന്റെ പടം വെച്ച് ചിലവിളക്ക് കൊടുത്തി അർപ്പണ നടത്തുക എന്ന ആ സൽക്കർമ്മം ആരംഭിക്കുന്നതിന് നമ്മൾ 15 മിനിറ്റ്, അതായത് 12 മണിക്ക് മുമ്പ് 11:55 മുതൽ 12:20 വരെക്കുള്ള മുഹൂർത്തത്തിൽ ഇത് നടക്കുന്നത്. നമുക്ക് 15 മിനിറ്റ് നേരം ഭഗവാനോട് പ്രാർത്ഥിക്കാം. 11:55 മുതൽ 12:20 വരെയുള്ള മുഹൂർത്തത്തിലാണ് വിളക്ക് തെളിയിച്ചത്. തുടർന്ന് ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും രാമനാമം ജപിക്കുകയും ചെയ്തു. NSS എക്സിക്യൂട്ടീവ് അംഗം ഹരികുമാർ കോയിക്കൽ, ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടന്നു. കുട്ടനാട്ടിൽ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം, പനയന്നൂർക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം, തലവടി ഗണപതി ക്ഷേത്രം, പുതുപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം, മാണത്താറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ആനപ്രമ്പാൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് പ്രത്യേക പൂജകളും പ്രാർത്ഥനയും അന്നദാനവും ദീപക്കാഴ്ചയും നടന്നത്. ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. മുഖ്യ കാര്യദർശിമാരായ രാധാകൃഷ്ണൻ നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് മേൽശാന്തിമാരായ രഞ്ജിത്ത് B നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് എന്നിവർ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പുതുതായി തിരഞ്ഞെടുത്ത മേറ്റുമാർക്കുള്ള ഓറിയന്റേഷൻ ക്ലാസും 3 ദിവസത്തെ പരിശീലനവും മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. പരിശീലനത്തിന്റെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് നിർവഹിച്ചു. ചടങ്ങിൽ മുട്ടാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലതീഷ് കുമാർ, എബ്രഹാം ചാക്കോ, ലിബിമോൾ വർഗീസ്, ശശികല സുനിൽ, സെക്രട്ടറി ബിനു ഗോപാൽ,
എക്സ്റ്റൻഷൻ ഓഫീസർ പ്രശാന്ത്, ഉദ്യോഗസ്ഥർ, മേറ്റുമാർ എന്നിവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മങ്കൊമ്പ് തെക്കേക്കര യൂണിറ്റ് വാർഷിക സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം KP അരവിന്ദ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്നിരുന്നാലും നമ്മുടെ മേഖലാ വാർഷിക 26-ാം തീയതി കഴിഞ്ഞ മേഖലാ കമ്മിറ്റി കൂടിയിട്ട് 28-ാം തീയതി ഞായറാഴ്ച നമ്മുടെ മേഖലാ വാർഷിക നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നമുക്ക് സാധ്യമാണെങ്കിൽ ഗ്രാമശാസ്ത്ര ജാഥയും നടത്തേണ്ടതാണ്. വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തെക്കേക്കര യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രതിഷേധിച്ചു. രാജ്യത്തിന്റെ മതേതരത്വവും ഫെഡറൽ സംവിധാനവും തകർക്കുവാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർന്നു വരണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. PR രാജേഷ് അധ്യക്ഷനായി. M സന്തോഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഗസ്റ്റിൻ ജോസ്, T മനു, JN ചമ്പക്കുളം, T ജ്യോതി എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി PR രാജേഷിനെയും സെക്രട്ടറിയായി T സുരേഷിനെയും തെരഞ്ഞെടുത്തു. M സന്തോഷ് കുമാറാണ് വൈസ് പ്രസിഡന്റ്. SA ശശി ജോയിന്റ് സെക്രട്ടറിയായി ചുമതലയേറ്റു. ചങ്ങനാശ്ശേരി മുത്തൂർ സെന്റ് ആന്റണീസ് ദൈവാലയത്തിൽ വിശുദ്ധ അന്തോനീസിന്റെ തിരുനാൾ വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇടവക ധ്യാനം യുവദീപ്തി SMYM ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ജേക്കബ് ചക്കാത്തറ നയിച്ചു. തൃക്കൊടിത്താനം ഫൊറോന വികാരി ഫാദർ ആന്റണി ഏത്തക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഫൊറോനയിലെ വൈദികർ ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചു. പൂർവിക സ്മരണയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത ചാൻസലർ ഫാദർ ഐസക് ആലഞ്ചേരി മുഖ്യ കാർമ്മികനായി. വിവാഹത്തിന്റെ 25-50 ജൂബിലി ആഘോഷിക്കുന്നവരെ ചങ്ങനാശ്ശേരി അതിരൂപത മാതൃപിതൃവേദി ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ആദരിക്കുകയും മുഖ്യ സന്ദേശം നൽകുകയും ചെയ്തു. ഇടവക ദിനം ഒരു കുടുംബ സമ്മേളനമാണ്. ഒരു ഇടവകയിൽ എങ്ങനെയാണ് നമ്മൾ അംഗങ്ങളായി മാറുന്നത് എന്ന് ചിന്തിച്ചാൽ അത് നമ്മുടെ മാമോദീസായിലൂടെയാണ്. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ്, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ, പരിശുദ്ധ പിതാവ് നമ്മളോടൊരു ആഹ്വാനം ചെയ്യുകയുണ്ടായി. നമ്മളുടെ മാമോദീസ ദിനങ്ങൾ നമ്മൾ ഓർമ്മിക്കുകയും ആ ദിനം പ്രത്യേകമായി ആഘോഷിക്കുകയും ചെയ്യണം എന്ന് പറയുകയുണ്ടായി. വികാരി ഫാദർ ചെറിയാൻ കക്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പിതൃവേദി അതിരൂപത സെക്രട്ടറി ജോഷി കൊല്ലാപുരം ലോഗോസ് ക്വിസിലും മറ്റു മത്സരങ്ങളിലും വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബേബിച്ചൻ പുറ്റുമണ്ണിൽ കഥ, തിരക്കഥ സംവിധാനം നിർവഹിച്ച നാടകവും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൈക്കാരന്മാരായ വക്കച്ചൻ മലയിൽ, ദിലീപ് ഇടത്തല എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5745 രൂപ, പവന് 45,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.